വണ്ടിയിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് പുറത്തു പോയാൽ ഞങ്ങൾ ചത്ത്. കാരണം ഞങ്ങളുടെ വണ്ടിയെ ഞങ്ങൾ തന്നെ വിളിക്കുന്നത് ഇറച്ചിക്കട എന്നാ. പച്ചയിറച്ചി തിന്നും അതിനകത്തിരുന്ന് ഞങ്ങൾ എല്ലാവരും അമ്മാതിരിയാണ്. ക്യാമറ ഓഫ് ആക്കിയ പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. സ്നേഹമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ ഒരു മയവും ഇല്ല. ക്യാമറ ഓഫ് ചെയ്ത നിന്നങ്ങ് ഒരു മയവും ഇല്ലാതെ അങ്ങ് വെച്ചങ്ങ് കാച്ചുവാണ്. അതൊക്കെ പുറത്തു പോയാൽ തീർന്നു. നമ്മുടെ സായി ഇപ്പൊ ജയിലിൽ കിടന്ന് അൻസുബയോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്. കാരണം നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും തേങ്ങയൊന്നും നമ്മുടെ അടുത്തറിയാവുന്നവരുടെ അടുത്തില്ല. വളരെ കൊളോക്കിയലായിട്ട് സംസാരിക്കും. ഈ പറയുന്ന എല്ലാ നോംസിനും എതിരായിട്ടും എല്ലാം നമ്മൾ സംസാരിച്ചെന്ന് വരും. ക്യാമറയുടെ മുന്നിലാണ് നമ്മളെല്ലാവരും പുണ്യാളന്മാര്. അപ്പൊ അത് സായി പറഞ്ഞത് 101% ശരിയാണ്. പിന്നെ സായിയുടെ റുട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്, ഓരോ ദിവസത്തെയും റൂട്ടീനെ കുറിച്ച്. അതേപോലെ മലപ്പുറത്തായോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് സായി പറയുന്നുണ്ട്. ഇത്രയും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് സായി പറഞ്ഞു. അതെന്തോ സ്വന്തം സ്ഥലം എല്ലാവർക്കും ഒരു വികാരമൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അത് അങ്ങനെയൊക്കെ തന്നെ തോന്നും. അപ്പോൾ സായി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അൻസിബ അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു സൈഡില് പുതിയ പവർ ടീമും പിന്നെ ക്യാപ്റ്റൻ ജിൻഡോയും ഫുൾ പ്ലാനിങ് ആണ്. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.